താമരശ്ശേരി കരിങ്ങമണ്ണ തോണിക്കടവിൽ വീടിനോട് ചേർന്ന് പ്രവർത്തിച്ച അനധികൃത ഗ്യാസ് ഫില്ലിംഗ് കേന്ദ്രം കണ്ടെത്തി. ഗാർഹിക സിലിണ്ടറുകളിൽ നിന്നും വാണിജ്യ സിലിണ്ടറുകളിലേക്ക് ഗ്യാസ് മാറ്റി നിറയ്ക്കുന്ന കേന്ദ്രമാണ് താമരശ്ശേരി സിവിൽ സപ്ലൈ ഓഫീസർ സന്തോഷ് ചോലയിലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം കണ്ടെത്തിയത്. താമരശ്ശേരി കരിങ്ങമണ്ണ തോണിക്കടവിലാണ് വീടിനോട് ചേർന്ന് പ്രവർത്തിച്ച അനധികൃത ഗ്യാസ് ഫില്ലിംഗ് കേന്ദ്രം കണ്ടെത്തിയത്. ഗാർഹിക സിലിണ്ടറുകളിൽ നിന്നും വാണിജ്യ സിലിണ്ടറുകളിലേക്ക് ഗ്യാസ് മാറ്റി നിറയ്ക്കുന്ന കേന്ദ്രമാണ് താമരശ്ശേരി സിവിൽ സപ്ലൈ ഓഫീസർ സന്തോഷ് ചോലയിലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം കണ്ടെത്തിയത്. കരിങ്ങമണ്ണ തോണിക്കടവ് അരേറ്റക്കുന്ന് ഷമീറിൻ്റെ വീട്ടിലാണ് അനധികൃത ഗ്യാസ് റീഫില്ലിംഗ് കേന്ദ്രം പ്രവർത്തിച്ചത്. വീടിൻ്റെ അടുക്കളയോട് ചേർന്നാണ് തീർത്തും അപകടകരമായ രീതിയിൽ റീഫില്ലിംഗ് കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. ഇവിടെ നിന്നും 13 ഗാർഹിക സിലിണ്ടറുകൾ, 18 വാണിജ്യ സിലിണ്ടറുകൾ, 6 കാലി സിലിണ്ടറുകൾ എന്നിവ കണ്ടെത്തി. ഇതോടൊപ്പം ഗ്യാസ് നിറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന 2 കംപ്രസറുകളും പിടികൂടിയിട്ടുണ്ട്. പിടിച്ചെടുത്ത ഗ്യാസ് സിലിണ്ടറുകൾ ഗ്യാസ് ഏജൻസിയിൽ സൂക്ഷിക്കാൻ നടപടി സ്വീകരിച്ചുവെന്നും ജില്ലാ കളക്ടർക്ക് നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടർ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഇനിയും ഇത്തരം അനധികൃത കേന്ദ്രങ്ങൾക്കെതിരെ തുടർന്നുള്ള ദിവസങ്ങളിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും താമരശ്ശേരി സിവിൽ സപ്ലൈ ഓഫീസർ സന്തോഷ് ചോലയിൽ പറഞ്ഞു. ഇവിടെ വീടുകളിൽ ഉപയോഗിക്കുന്ന പാചക സിലിണ്ടറുകളിൽ നിന്ന് കടകളിലും മറ്റും ഉപയോഗിക്കുന്ന വാണിജ്യ സിലിണ്ടറുകളിലേക്ക് പാചകവാതകം മാറ്റി നിറച്ച് വിതരണം ചെയ്യുന്ന ഒരു സ്ഥലത്ത് ആണ് നമ്മൾ റെയ്ഡ് നടത്തിയിട്ടുള്ളത്. ഇങ്ങനെ നടത്തുന്നതായിട്ടുള്ള പരാതി വ്യാപകമായിട്ട് 1-2 തവണ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ സപ്ലൈ ഓഫീസിൽ നിന്നും പരാതി ലഭിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ റെയ്ഡ് നടത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു വീടിനോട് അടുത്തുള്ള ഒരു ഷെഡിൽ വെച്ചിട്ട് 2 കംപ്രസറുകൾ ഉപയോഗിച്ചാണ് ഇത് മാറ്റി നിറച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ പരിശോധനയ്ക്ക് എത്തുന്ന സമയത്ത് ഇത് മാറ്റി നിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ അപകടമില്ലാത്ത രീതിയിൽ നമ്മൾ രക്ഷപ്പെടുകയുണ്ടായത്. കാരണം ഗ്യാസ് ലീക്കാകുകയും അത് പെട്ടെന്ന് ഓഫാക്കി ഞങ്ങൾ അപകടമില്ലാത്ത രീതിയിൽ രക്ഷപ്പെടുകയുണ്ടായത്. വളരെ അപകടകരമായ രീതിയിലാണ് ഈ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചുറ്റുവട്ടത്തും ആൾത്താമസമുള്ളതും ഈ വീട്ടിൽ തന്നെ ചെറിയ കുട്ടികളടക്കമുള്ള വീടാണത്. പക്ഷേ എന്നാലും അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയില്ലാതെ വളരെ അപകട നിറഞ്ഞ രീതിയിൽ ആണ് ഇത്തരം പ്രവർത്തനങ്ങൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി.